നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒരു മെമ്മറി കാർഡാണ് പ്രശ്നം. കിട്ടിയോ ഇല്ലയോ എന്ന് ഇതുവരെ വ്യക്തമല്ല. എന്നാൽ മെമ്മറി കാർഡിനെ കുറിച്ചുള്ള തുമ്പുകളെല്ലാം കിട്ടി എന്നാണ് മനസ്സിലാകാൻ സാധിക്കുന്നത്. അത് ആരുടെ കയ്യിലാണ് എന്ന വ്യക്തമായ തെളിവുകളും പോലീസ് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിട്ടുണ്ടെന്നും മനസ്സിലാകുന്നു. പക്ഷേ കൂടുതൽ കാര്യങ്ങൾ തുറന്നു പറയുന്നതിന് മുൻപ് തെളിവുകൾ കൂടുതൽ ശേഖരിക്കേണ്ട ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കുകയാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളോട് കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ പറയാൻ സമയമായിട്ടില്ല എന്നാണ് പറയുന്നത്. എന്തായാലും ഏറ്റവും ഒടുവിൽ മേയർ ആര്യ രാജേന്ദ്രനും അതുപോലെ തന്നെ യദുവും തമ്മിലുള്ള തർക്കത്തിന്റെ ഏറ്റവും വലിയ ദൃക്സാക്ഷിയായ മെമ്മറി കാർഡ് കാണാതായതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രധാനമായും ചോദ്യം ചെയ്തു വരുന്നത് കണ്ടക്ടറെ കസ്റ്റഡിയിലെടുത്തുള്ള ചോദ്യം ചെയ്യലാണ് വരുന്നത്. ഇപ്പോഴിതാ ഈ ഒരു ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾക്ക് താഴെ വരുന്ന ചില കമന്റുകൾ പ്രധാനമായും രാജ്യസഭാ എംപിയും ഡിവൈഎഫ്ഐ നേതാവുമായ റഹീമിന്റെ അയൽവാസിയായ കണ്ടക്ടറെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്ന ഈ ഘട്ടത്തിൽ റഹീമിനെ കൂടി ചോദ്യം ചെയ്യണം എന്നാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്ന വാർത്ത. ആ ഒരു ആവശ്യം മുന്നോട്ട് വെക്കുകയാണ്. റഹീമിനെ കൂടി ചോദ്യം ചെയ്യണം. കാരണം അയൽവാസി കൂടിയായ കണ്ടക്ടർ ഈ സംഭവം നടക്കുമ്പോൾ മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് MLAയും തന്റെ ബസ്സിലേക്ക് കയറി വരികയും, അല്ലെങ്കിൽ സച്ചിൻ ദേവ് MLA തന്റെ ബസ്സിലേക്ക് കയറി വന്ന് പ്രശ്നമുണ്ടാക്കുന്നു, മേയർ ആര്യ രാജേന്ദ്രൻ പുറത്തുനിന്ന് പ്രശ്നമുണ്ടാക്കുന്നു. ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കുന്ന കണ്ടക്ടർ ഉടനെ തന്നെ റഹീമിനെ ഫോണിൽ വിളിച്ച് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നാണ് വ്യക്തമാവുന്നത്. കാരണം യദു തന്നെ പറയുകയുണ്ടായി, റഹീം അദ്ദേഹം എങ്ങനെ ഈ കാര്യം അറിഞ്ഞു, ഇതിനകത്ത് നടന്ന സംഭവ വികാസങ്ങളൊക്കെ തന്നെ എങ്ങനെ അപ്പോൾ തന്നെ അറിഞ്ഞു എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്തായാലും അത് കണ്ടക്ടർ വിളിച്ചു പറഞ്ഞ കാര്യമായിരിക്കും. അങ്ങനെയെങ്കിൽ അതിനകത്ത് CCTV ക്യാമറയുണ്ടെന്നും ആ CCTV ക്യാമറയ്ക്കകത്തുള്ള മെമ്മറി കാർഡ് പിന്നീട് ഒരു പണിയായി മാറുമെന്ന് മനസ്സിലാക്കിയ റഹീം കണ്ടക്ടറിനോട് പറഞ്ഞ് അത് മാറ്റിയോ എന്നാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെ പ്രധാന ചർച്ചാ വിഷയം. ഇതുമായി ബന്ധപ്പെട്ട് ഈ മെമ്മറി കാർഡ് നഷ്ടമായതുമായി ബന്ധപ്പെട്ട് KSRTC പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട പോലീസ് നടത്തുന്ന ഈ ഒരു പരിശോധനയിൽ KSRTCയുടെയും അതുപോലെ തന്നെ പോലീസിന്റെയും മറ്റ് സ്വകാര്യ സ്ഥാപനങ്ങളുടെ എല്ലാവരുടെയും CCTV ക്യാമറകൾ പരിശോധിക്കുന്നുണ്ട്. അന്ന് തമ്പാനൂർ ഡിപ്പോയിൽ വന്നു പോയിട്ടുള്ള ജോലിക്കാരെ ഒന്നടങ്കം പരിശോധിക്കുന്നുണ്ട്. അന്ന് മാത്രമല്ല പിറ്റേ ദിവസം വന്നു പോയവരുടെ ഒക്കെ തന്നെ ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചിട്ടുണ്ട്, മൊഴിയെടുക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ കണ്ടക്ടർ ആ സമയത്ത് വിളിച്ച ഈ റഹീമിനെയും കൂടി, അതായത് ഈ ഡിവൈഎഫ്ഐ നേതാവും MPയും ഒക്കെ ആയ ഇദ്ദേഹത്തെ കൂടി ചോദ്യം ചെയ്യേണ്ട ആവശ്യമുണ്ടെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ നിറയുന്ന കാര്യം. എന്തായാലും അദ്ദേഹത്തിന്റെ അയൽവാസി ഇങ്ങനെ വീട് വളഞ്ഞ് അല്ലെങ്കിൽ വീട്ടിലെത്തി കസ്റ്റഡിയിൽ എടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു. DYSP സംഘത്തിനെ മുന്നിലെടുത്തി വീണ്ടും ചോദ്യം ചെയ്യണമെന്നൊരു ആവശ്യം വരുന്നു. അങ്ങനെ അതിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ഇക്കാര്യങ്ങളൊന്നും ഇദ്ദേഹത്തെ കണ്ടക്ടറിനെ പോലീസ് തൂക്കാൻ വരുന്നു അല്ലെങ്കിൽ പോലീസ് കസ്റ്റഡിയിൽ എടുക്കാൻ വരുന്നു എന്ന് എന്തുകൊണ്ട് റഹീം അറിഞ്ഞില്ല എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഒരു ചോദ്യചിഹ്നമായി മാറിയിരിക്കുകയാണ്. ഒരുപക്ഷെ ഇനി റഹീം അദ്ദേഹത്തെ കൂടി ചോദ്യം ചെയ്യുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. കാര്യങ്ങൾ മാറി മറിയുന്നുണ്ട്. എന്തായാലും ഈ മെമ്മറി കാർഡ് നഷ്ടമായതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ, ആരാണ് ഇതെടുത്തത് അല്ലെങ്കിൽ എങ്ങനെയാണ് നഷ്ടമായത് എന്ന കാര്യം കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടെന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. എന്തായാലും സമൂഹ മാധ്യമങ്ങളൊക്കെ തന്നെ ഒന്നടങ്കം ഉയരുന്ന ചോദ്യവും അല്ലെങ്കിൽ എല്ലാവരും പറയുന്ന അവരുടെ ആവശ്യം മുന്നോട്ട് വെക്കുന്നത് റഹീമിനെയും കൂടി ചോദ്യം ചെയ്യണം എന്ന് തന്നെയാണ്.